إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഖുതുബയിൽ നിഷിദ്ധമായ വിവാഹത്തിന്റെ ഇന്ന് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പ്രേമ വിവാഹം എന്ന അപകടത്തെക്കുറിച്ച്. അതിന്റെ ബാക്കി ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്ന് കഴിഞ്ഞ ഖുതുബയിൽ തന്നെ പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ തത്വചിന്തകന്മാർ, ഇസ്ലാമിക ചിന്തകന്മാർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം, സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയും പുരുഷനും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ സമമല്ല. സൃഷ്ടിപ്പിൽ, ശാരീരികമായ വിഷയങ്ങളിൽ, വൈകാരികമായ വിഷയങ്ങളിൽ, ഓർമ്മശക്തിയിൽ, ശരീരത്തിലെ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന വാദം തന്നെ തെറ്റാണ്. അക്കൂട്ടത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം പറയുന്നിടത്ത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ അല്ലെങ്കിൽ പെണ്ണിന്റെ സൗന്ദര്യത്തെ നോക്കുക, കാണുക എന്നത് അവനിൽ വികാരം ജനിപ്പിക്കുന്ന കാര്യമാണ്. ദർശന സുഖം എന്നതിന് പറയും, കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ പുരുഷനെ കാണുക, പുരുഷന്റെ ശരീരം നോക്കുക, മുഖത്തേക്ക് നോക്കുക എന്നതുകൊണ്ട് അങ്ങനെ കാഴ്ച കൊണ്ട് ഒരു വികാരം സ്ത്രീക്കുണ്ടാവുകയില്ല. മറിച്ച് സ്ത്രീയിൽ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകുന്നത് പുരുഷന്റെ സ്പർശനമേൽക്കുമ്പോഴാണ്. ഇങ്ങനെ ഒരു വ്യത്യാസമായി പറയാറുണ്ട്. എന്നാൽ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ അത് വാസ്തവമല്ല എന്ന് കാണാൻ സാധിക്കും. അതായത് ആണ് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നത് പോലെ പെണ്ണിനും ആണിനെ കാണുമ്പോൾ ഇഷ്ടവും പ്രേമവും ഉണ്ടാകാം എന്നതിന് ഖുർആനിൽ തന്നെയും ഹദീസിലും തെളിവുകൾ കാണാൻ സാധിക്കും. ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സമ്പ്രദായങ്ങൾ പരിശോധിച്ചാൽ രണ്ട് ഭാഗത്തു നിന്നും, പുരുഷന്റെ ഭാഗത്ത് സ്ത്രീയോടും സ്ത്രീയുടെ ഭാഗത്ത് പുരുഷനോടും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളും അതുപോലെ തന്നെ താല്പര്യങ്ങളും ഉണ്ട് എന്നത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയായ ആൺകുട്ടിയെ സ്നേഹിക്കുകയും വ്യഭിചാരത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്ന അധ്യാപികമാരുടെ ചരിത്രം കേട്ടിട്ടുണ്ട്. അധ്യാപകൻ പെൺകുട്ടിയെ, വിദ്യാർത്ഥിനിയെ പ്രേമിച്ചു എന്ന് പറയുന്നത് ഒരു പുതുമയല്ല. ആണിൻ ബലാത്സംഗം ചെയ്യുന്ന സ്ത്രീകളുടെ സംഭവങ്ങൾ ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്നു, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ പേരിൽ ഒരു അധ്യായമുണ്ട്, സൂറത്ത് യൂസുഫ്. യൂസുഫ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഈ സൂറത്ത് അള്ളാഹു ആരംഭിക്കുന്നത് ഏറ്റവും നല്ല ഒരു കഥനം എന്ന് പറഞ്ഞാൽ കഥ പറയൽ എന്നാണ്. ഏറ്റവും നല്ല ഒരു കഥനം ഞാൻ പറഞ്ഞു തരട്ടെയോ? നാം പറയുന്നു നഹനു നഖുസ്സു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ഒരു കഥ പറയുകയാണ്. ഏറ്റവും നല്ല കഥനം എന്ന് പറയുമ്പോ മലയാളത്തിൽ നമ്മൾ കഥ എന്ന് പറഞ്ഞാൽ ഭാവനയിൽ മെനഞ്ഞെടുത്ത കഥയാണെന്ന് വിചാരിക്കും. ഖുർആൻ ഖസസ് അല്ലെങ്കിൽ ഖിസസ് എന്നൊക്കെ ഉപയോഗിച്ചത് സംഭവ കഥകളെ കുറിച്ചാണ്, ഭാവന കഥകളല്ല. യൂസുഫ് നബിയുടേത് ഒരു ഭാവന കഥയല്ല, മറിച്ച് സംഭവ കഥയാണ്. യൂസുഫ് നബിയുടെ ചരിത്രം ചുരുക്കി പറയാം. താൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് അവിടെ തന്റെ സഹോദരന്മാരായ ആളുകൾ ബാപ്പക്ക് യൂസുഫിനോട്, അതായത് യാക്കൂബ് നബിക്ക് മകൻ യൂസുഫിനോട് അമിതമായ സ്നേഹമുണ്ട്, അത്ര കണ്ട് നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയ കാരണത്താൽ ബാപ്പയുടെ സ്നേഹം തങ്ങൾക്ക് കിട്ടാൻ വേണ്ടി 10 മക്കൾ കൂടി ചേർന്ന് 11ാമത്തവനായ യൂസുഫിനെ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് ചെന്നായ പിടിച്ചു എന്ന് വസ്ത്രത്തിൽ ഒരു വ്യാജ കറ നിർമ്മിച്ചുകൊണ്ട് ബാപ്പയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും കിണറ്റിൽ എറിയപ്പെട്ട യൂസുഫ് അതുവഴി വന്ന കച്ചവട സംഘം വെള്ളം കുടിക്കാൻ വേണ്ടി കയറും ബക്കറ്റും താഴ്ത്തിയപ്പോൾ അതിൽ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കയറി പുറത്തെത്തുകയും ഈ യാത്രാ സംഘം ആ കുട്ടിയിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ ആ കുട്ടിയെ കൊണ്ടുപോയി ഈജിപ്തിൽ വിറ്റിട്ട് വാങ്ങിയത് ഭരണാധികാരിയാണ്. ഈജിപ്തിന്റെ ഭരണാധികാരി അൽ അസീസ് എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. ആ അസീസ് എന്നത് രാജാവിന്റെ പേരാണോ സ്ഥാനപ്പേരാണോ അറിയില്ല, വ്യാഖ്യാതാക്കൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും കൊണ്ടുപോയി ഭാര്യയെ ഏൽപ്പിച്ചു. ഇവനെ നമുക്ക് പോറ്റാം, നമുക്ക് അവനെ കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടാവും, അല്ലെങ്കിൽ അവനെ നമുക്കൊരു വളർത്തുപുത്രനായി സ്വീകരിക്കാം, നമ്മളൊരു മകനായി സ്വീകരിച്ച് നമുക്ക് പോറ്റാം. അങ്ങനെ വീട്ടിൽ വളർത്തി. അങ്ങനെ യൂസുഫ് രാജകൊട്ടാരത്തിൽ വളരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമുക്കറിയാം, ലോകത്തെ അതീവ സുന്ദരന്മാരിൽപ്പെട്ട അതിഭയങ്കര സൗന്ദര്യമുള്ള ഒരാളായിരുന്നു യൂസുഫ് നബി. അള്ളാഹു അങ്ങനെയാണ് യൂസുഫിനെ സൃഷ്ടിച്ചത്. ഈ ചെറുപ്പക്കാരനായ തന്റെ വീട്ടിൽ പോറ്റുപുത്രനെ പോലെ വളർന്നു വരുന്ന
ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് സ്വാഭാവികമായി മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു പ്രേമം. ഇവിടെ യൂസുഫ് നബി അങ്ങോട്ട് പ്രേമിക്കുകയല്ല, രാജ്ഞി യൂസുഫ് എന്ന ചെറുപ്പക്കാരനായ സുന്ദരനായ സുമുഖനായ ആളെ ഇങ്ങോട്ട് പ്രേമിക്കുന്നു. സൂറത്ത് യൂസുഫ് അതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ വിശദീകരണങ്ങളും. ഞാൻ അതിലെ ചില പരാമർശങ്ങൾ മാത്രം പറയാം. സാധാരണ പുരുഷൻ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു, പക്ഷെ ഇവിടെ ഈ രാജ്ഞി രാജാവിന്റെ ഭാര്യ യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി റൂമിലിട്ട് വാതിലടക്കുന്നു. ഖുർആൻ പറഞ്ഞു വഗല്ലഖത്തിൽ അബ്വാബ്, ആ പെണ്ണ് വാതിൽ കൊട്ടിയടച്ചു. എന്നിട്ട് യൂസുഫിനെ വിളിച്ചു, വകാലത്ത് ഹൈതലക്, യൂസുഫെ വാ വരൂ എന്റെ ആവശ്യം നിറവേറ്റാൻ. അപ്പൊ അവിടെ ബലാത്സംഗം നടത്താൻ മുതിരുന്നതും പ്രേമിച്ചതുമാരാ പെണ്ണാൻ. അത് കഴിഞ്ഞിട്ട് പിന്നൊരായത്തിൽ ഖുർആൻ പറയാൻ ഹമ്മത് ബിഹി വഹമ്മ ബിഹ, അവൾ അവനെയും അവൻ അവളെയും ചിലത് കൊതിച്ചു. യൂസുഫിനോട് ഈ പെണ്ണിന് എന്തോ ചില ചിന്തകൾ ഉണ്ടായി. പിന്നെ പറയണ എന്താ, ഹമ്മ ബിഹ, യൂസുഫിനും അവളോട് ചില ചിന്തകളുണ്ടായി. അതിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ശരിയായത് മനുഷ്യൻ എന്ന നിലക്ക് ഈ സാഹചര്യത്തിനനുസരിച്ച് ചില വൈകാരിക ചിന്തകൾ ഈ പെണ്ണ് പ്രകടിപ്പിച്ചപ്പോ യൂസുഫിൽ നിന്നും അത്തരം ചില ചിന്തകൾ ഉണ്ടായി എന്നതാണ്. അങ്ങനെ അല്ല എന്ന് മറിച്ച് വിശദീകരിച്ച ആൾക്കാരുണ്ട്. എന്നാൽ ഇത് യൂസുഫ് എന്ന മനുഷ്യന്റെ ഒരു അപാകതയല്ല, മറിച്ച് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു വികാരവും ഇല്ലാത്ത യൂസുഫാണെങ്കിൽ പിന്നെ യൂസുഫിന് ഒരു പ്രത്യേകത പറയാനില്ല. മറിച്ച് ഈ പെണ്ണിന്റെ അടുക്കൽ വൈകാരികമായ ചിന്ത ഉണ്ടായിരുന്നിട്ട് പോലും ഈ പെണ്ണിന് വഴങ്ങിക്കൊടുത്തില്ല എന്ന് പറയുമ്പോഴാണ് യൂസുഫിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാകുന്നത്. വാതിലടച്ചു, ഓടി രക്ഷപ്പെടാൻ വേണ്ടി യൂസഫ് നബി ഓടി വാതിലടുക്കലേക്ക്. ഓടിപ്പോകുന്ന യൂസഫിനെ പിടിക്കാൻ പിന്നാലെ പെണ്ണുമോടി. ഫസ്തബഖാ അൽ ബാബ, രണ്ടുപേരും കൂടി വാതിലടുക്കിലേക്ക് ഓടി. രണ്ടാൾ 2 ലക്ഷ്യത്തിനാണ് ഓടുന്നത്. യൂസുഫ് പെണ്ണിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ്, യൂസുഫിനെ പിടിച്ചു നിർത്താനാണ് പെണ്ണോടുന്നത്. അങ്ങനെ കുപ്പായം കീറിയപ്പോ വാതിൽ തുറന്നപ്പോ ഒരാൾ അവിടെ നിൽക്കുന്നു. അപ്പൊ പെണ്ണ് പറഞ്ഞു, ഇവൻ എന്നെ വശീകരിക്കുകയാണ്. അപ്പോ അയാൾ പറഞ്ഞു, എന്താണ് ഇവിടെ പ്രശ്നം, ആരാണ് കുറ്റക്കാരനെന്ന് മനസ്സിലാക്കാം. കുപ്പായം യൂസുഫിന്റെ മുൻഭാഗത്താണ് കീറിയതെങ്കിൽ യൂസുഫാണ് കുറ്റക്കാരൻ, കാരണം നേരിട്ടുള്ള മൽപ്പിടുത്തമാണ്. യൂസഫിന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ കുറ്റക്കാരി പെണ്ണാണ്, കാരണം ഓടിപ്പോകുന്ന യൂസുഫിനെ പിന്നിൽ നിന്ന് പെണ്ണ് പിടിച്ചു വലിച്ചതാണ്. അവനെ കുപ്പായം നോക്കിയപ്പോ പിൻഭാഗത്താണ് കീറിയത്. ഇതൊക്കെ ഖുർആനിൽ പറയുന്നതാണ്. അപ്പോ ആരെയാണ് പ്രേമിച്ചത്, ആരെയാണ് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ഈ കുപ്പായം കീറിയതിൽ നിന്ന് തന്നെ മനസ്സിലായി എന്നാണ് ഖുർആനിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ യൂസുഫിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചത് പെണ്ണാണ്. നാട്ടിൽ ഇത് പാട്ടായി. ഞാൻ എന്റെ ചുരുക്കം പറയുന്നത്, നാട്ടിൽ ഇത് പാട്ടായി. ആളുകൾ പറഞ്ഞു, ഓ ഈ രാജാവിന്റെ പെണ്ണ് ഈ യൂസുഫിനെ പ്രേമിക്കുകയോ, എന്തൊരു കടുത്ത കുറ്റമാണ് അവൾ ചെയ്തത്. ഈ വിവരം ഈ രാജാവിന്റെ ഭാര്യയ്ക്ക് കിട്ടി. എന്നെ കുറിച്ച് നാട്ടിൽ ഇങ്ങനെ ചർച്ച നടക്കേണ്ടത്, ഞാൻ മോശക്കാരിയാണ്, യൂസുഫിനെ പ്രേമിച്ചത് തെറ്റായിപ്പോയി എന്ന്. അപ്പോ ആ പെണ്ണൊരു തന്ത്രം ചെയ്തു. എന്താണ്, ഈ ആരോപണം ഉന്നയിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, കൊട്ടാരത്തിലേക്ക്. എന്നിട്ട് ഒരു റൂമിലിരുത്തി, അവർക്ക് സോഫയിലിരുത്തുന്ന ഖുർആൻ പറഞ്ഞത്, സോഫയിലിരുത്തി എല്ലാവർക്കും പഴവും കൊടുത്തു, ഒരു കത്തിയും കൊടുത്തു. അപ്പൊ സ്വാഭാവികമായി പഴം മുറിച്ച് തിന്നണം. ചെത്തി തിന്നേണ്ടതും തൊലിച്ചു തിന്നേണ്ടതും മുറിച്ചു തിന്നേണ്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ പഴങ്ങൾ കൊടുത്തു. ഈ പഴം കൊടുക്കുന്നതിനിടയിലേക്ക് യൂസുഫിനോട് പറഞ്ഞു, നീ ഈ ആളുകളുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകണം. അത് ഈ പെണ്ണിന്റെ തന്ത്രമാണ്. ഈ പുരുഷനെ പ്രേമിച്ചത് കൊണ്ടാണ് എന്നെ ഒരു കുറ്റം പറയുന്നത്. എന്നാൽ ഇവരുടെ സ്ഥിതി എന്താണ്, ഇവരുടെ മനസ്സെന്ത് എന്ന് പരീക്ഷിക്കാൻ ഞാൻ കുറ്റക്കാരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ഈ പണി ചെയ്തത്. ഈ കത്തിയും പഴവും കൊടുത്ത സോഫയിലിരിക്കുന്ന പെണ്ണുങ്ങളുടെയിലേക്ക് അതിസുന്ദരനായ യൂസുഫിനെ കടത്തിവിട്ടു. യൂസുഫിനെ കണ്ടപാടെ ഈ ആളുകൾ എന്താ പറഞ്ഞത്, ഇത് അള്ളാഹു എത്ര പരിശുദ്ധൻ, ഇവൻ ഒരു മനുഷ്യനല്ല, മലക്കാണ്. ഇത് മനുഷ്യനല്ല, കാരണം മനുഷ്യനത്ര സൗന്ദര്യം ഉണ്ടാവില്ല, യൂസുഫ് മലക്കാണ് എന്ന് പെണ്ണുങ്ങൾ ആശ്ചര്യപ്പെടുകയും അവർ അവരുടെ കൈ ചെത്തുകയും ചെയ്തു. പഴം മുറിക്കുന്നതിന് പകരം യൂസുഫിനെ കണ്ട് സൗന്ദര്യം കണ്ട് അന്താളിച്ച പെണ്ണുങ്ങൾ കൈ ചെത്തിപ്പോയി. കാരണം പഴത്തുമേലക്കല്ല നോക്കിയത്. അങ്ങനെ ഒരു അബദ്ധത്തിൽ ഈ പെണ്ണുങ്ങൾ പെട്ടു. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാ. എന്നിട്ടോ ഖദ് ശഗഫഹ ഹുബ്ബ, ഖുർആൻ പറയുന്ന ആ പെണ്ണിന് യൂസുഫിനോടുണ്ടായ പ്രേമത്തെക്കുറിച്ച് പറയുന്നത് ശഗഫഹ ഹുബ്ബൻ, പ്രേമത്താൽ, ഈ യൂസുഫിനോടുള്ള പ്രേമത്താൽ അവരുടെ മനം കവർന്നു ആ പ്രേമം എന്നാണ്. ഷഗാഫ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ കവറിനാണ് പറയാ. ഹൃദയത്തിന്റെ കവറിൽ പ്രേമം എത്തിയെന്നർത്ഥം. എന്നാൽ ഹൃദയം നിറയെ, അതിനാണ് മലയാളത്തിൽ നമ്മൾ മനം കവരുക എന്ന് പറയുന്നത്. ആ ഹൃദയം ഒന്നായി കവരുന്ന രീതിയിൽ പ്രേമം ഹൃദയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് അവര് പറഞ്ഞു. അപ്പൊ നോക്കൂ, ഇവിടെ ഈ പെണ്ണ് യൂസുഫിനെ പ്രേമിക്കുകയാണ്. ഇനി യൂസുഫ് മാത്രമല്ല,
ഇതുമായി ബന്ധപ്പെട്ട ആയത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആയത്തുകൾ, അതിൽ 31 മുതൽ 34 വരെയുള്ള ആയത്തുകളിൽ കൈ മുറിച്ചതും ഇവർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പെണ്ണുങ്ങളും യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നാണ് പിന്നെ വചനം പറയുന്നത്. യൂസുഫിന് വരുന്ന പ്രാർത്ഥനയിൽ മനസ്സിലാവും ഇതിനൊന്നും യൂസുഫ് നബി വഴങ്ങിയില്ല. സ്വാഭാവികമായ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഇങ്ങനെ ഒരു പെണ്ണിങ്ങോട്ട് ആവശ്യപ്പെടുമ്പോ അതിന് വഴങ്ങിക്കൊടുക്കുക എന്നത്, വഴങ്ങിക്കൊടുത്താൽ എന്താ, സാധാരണ പെണ്ണിന്റെ പിന്നാലെ പുരുഷൻ പോകലാണ്, പക്ഷെ പെണ്ണ് ഇങ്ങോട്ട് വരികയാണ്. എന്നാൽ പോലും യൂസുഫ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ, ഇവർക്ക് കൊടുത്ത മറുപടിയാണ്, റബ്ബേ എനിക്ക് ഇവർ ജയിലിലിടുമെന്നാണ് പറയുന്നത്, എന്നെ ഞാൻ വ്യഭിചരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ, പ്രേമത്തിന് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ എങ്കിൽ ഞാൻ ജയിലിൽ പോയിക്കൊള്ളാം. ജയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തിനേക്കാൾ മിമ്മാ യദുഊനനീലൈഹി, ഈ പെണ്ണുങ്ങളൊക്കെയും എന്നെ ഏതൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ എനിക്കിഷ്ടം അത് സമ്മതിക്കാത്തതിന്റെ പേരിൽ ജയിലിൽ പോകലാണ്. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം രാജാവിന്റെ ഭാര്യ യൂസുഫിനെ ക്ഷണിച്ചതുകൊണ്ട് എന്നല്ല, യദ്ഊനനീ ഇലൈഹി, ഈ പെണ്ണുങ്ങളൊക്കെയും എന്നെ ഏതൊരു വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ എനിക്കിഷ്ടം അത് സ്വീകരിക്കാതെ ശിക്ഷയായി ജയിലിൽ താമസിക്കലാണ് എന്നാണ്. അപ്പൊ യൂസുഫിന്റെ രാജാവിന്റെ ഭാര്യ മാത്രമല്ല, ഈ വിളിച്ചു വരുത്തിയ പെണ്ണുങ്ങൾ പോലും യൂസുഫിനെ പ്രേമിക്കുകയും തിന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ സൂറത്ത് യൂസുഫിലെ 31 ആയത്ത് പറയുന്നു. ഇതിന്റെ ബാക്കി വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കാനുള്ളത്? സ്ത്രീക്കും പ്രേമചിന്തയുണ്ടാകാം, ആണെ കണ്ടാൽ ഇഷ്ടം തോന്നാം, പുരുഷൻ അങ്ങോട്ടുള്ളതുപോലെ തന്നെ. അപ്പൊ വെറും ഒരു സ്പർശന സുഖം എന്നത് മാത്രമല്ല, ദർശിക്കുമ്പോൾ കാണുമ്പോഴുള്ള ആനന്ദവും വികാരവും പ്രേമവും ഒക്കെ പെണ്ണിൽ നിന്നും ഉണ്ടാകാം എന്ന് ഖുർആനിലെ ഈ ഒരു അധ്യായത്തിൽ, യൂസുഫ് എന്ന പേരിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള അധ്യായത്തിൽ, ആ കഥയിൽ, സംഭവത്തിൽ പാഠമുണ്ട് എന്നതാണ്. ഇവിടെ പ്രേമിക്കുന്നവർക്കുള്ള പാഠം എന്താണ്? യൂസുഫ് നബിയിൽ അത്യുത്തമമായ മാതൃകയുണ്ട് എന്നതാണ് ഖുർആൻ ഇതിലൂടെ സമർത്ഥിക്കുന്നത്. അതെന്താ? ഇങ്ങനെയൊക്കെ അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഒരു പെണ്ണ് എന്നോട് ഇങ്ങോട്ട് പ്രേമിച്ചിട്ടും ആ പ്രേമത്തിന് കീഴ്പ്പെടാതെ ഞാനതിന് സമ്മതിക്കുകയില്ല, ഇനി ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ജയിലിൽ പോകാം, അതാണ് എനിക്കിഷ്ടം എന്ന് യൂസുഫ് പറഞ്ഞതാണ് ചെറുപ്പക്കാർക്കുള്ള മാതൃക. ആര് പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും, ആര് തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും, എന്ത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും ശരി, അതിന് വഴങ്ങിക്കൊടുക്കാതെ യൂസുഫിന്റെ മാതൃകയായി പ്രേമിച്ചു വരുന്ന ആളുകളെ തള്ളിമാറ്റാൻ യൂസുഫിന്റെ ഈമാനും തഖ്വയും ചെറുപ്പക്കാർക്കുണ്ടാകണം. ചെറുപ്പക്കാരെന്ന് മാത്രമല്ല, 60, 70, 60, 65 വയസ്സായവരും ഒക്കെ പ്രേമിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അവർക്കൊക്കെ ഉണ്ടാകേണ്ടത് യൂസുഫ് നബിയിലുള്ള മാതൃകയാണ്, യൂസുഫിന്റെ ഈമാനാണ്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫസറഫ അൻഹു കൈദഹുന്ന, ഈ പെണ്ണുങ്ങളുടെ കുതന്ത്രത്തെ യൂസുഫിൽ നിന്ന് അള്ളാഹു തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞെന്തായി? യൂസുഫ് നബിക്ക് അവരോട് ഇഷ്ടമുണ്ടായില്ല, അതിന് വഴങ്ങിക്കൊടുത്തില്ല, ആ പെണ്ണുങ്ങളെ തന്നെ തിരിച്ചുവിട്ടു. അവർ വേറെ വഴിക്ക് പോയി, യൂസുഫിന്റെ വഴിയായിട്ട് പോയി. ഇതാണ് ഈ സംഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഹദീസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 ആളുകളെ കുറിച്ച് നമുക്കറിയാം. ആ ഹദീസ് ഒന്നായിട്ട് ഞാൻ പറയില്ല, പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. 7 കൂട്ടർക്ക് പരലോകത്ത് യാതൊരു തണലുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടും. അവിടെ പറയുന്ന ഒരു കാര്യം എന്താ? ഇംറഅത്തുൻ വറജുലുൻ, ഒരു പുരുഷൻ, ദഅത്തുഹു ഇംറഅത്തുൻ, ആ പുരുഷനെ ഒരു പെണ്ണ് ക്ഷണിക്കുന്നു. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടാണ്. ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ത്വലബത്തുഹു ഇംറഅത്തുൻ, ഒരു പുരുഷനോട് ഒരു പെണ്ണ് ആവശ്യപ്പെടുന്നു. എന്താവശ്യപ്പെടുന്നു ഇവിടെ പറഞ്ഞിട്ടില്ല. ആവശ്യപ്പെടുന്നത് എന്താ? നല്ല കാര്യമല്ല, ചീത്ത കാര്യമാണ്. നീ എന്നെ പ്രേമിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, നീ എന്നെ ഞാനുമായി വ്യഭിചരിക്കാൻ വരുമോ, ഇതൊക്കെ അതിൽ ഉൾപ്പെടാം. എന്തിനാണോ ഒരു പെണ്ണ് ക്ഷണിച്ചത്, എന്താണോ പുരുഷനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടത്, ഇവിടെ പുരുഷൻ പെണ്ണിനോട് ആവശ്യപ്പെട്ടു എന്നല്ല പറയുന്നത്. പെണ്ണ് പുരുഷനോട് ആവശ്യപ്പെട്ടു, പുരുഷനെ ക്ഷണിക്കുന്നു. ഇനി ആ ക്ഷണിക്കുന്ന പെണ്ണ് ഏതായാലും മോശക്കാരിയാണല്ലോ, പ്രേമിക്കുന്ന അല്ലെങ്കിൽ വ്യഭിചാരിണിയായ ഈ പെണ്ണ്, ഇവളൊരു ഏതെങ്കിലും നമ്മൾ പറയുന്ന ഇന്ന് ലോകത്തിന്റെ പല നഗരങ്ങളിലുമുള്ള ലാൽ ഗല്ലി എന്നോ റെഡ് സ്ട്രീറ്റ് എന്നോ ചുവന്ന തെരുവെന്നോ അറിയപ്പെടുന്ന വൻകിട നഗരങ്ങളിൽ അറിയപ്പെടുന്ന വേശ്യാലയങ്ങൾ, വേശ്യകൾ മാത്രം പ്രവർത്തിക്കുന്ന, അത് തൊഴിലായി സ്വീകരിച്ച, വേശ്യ എന്ന് പറയുന്നത് തൊഴിലാളിയാണെന്നും അതുകൊണ്ട് തന്നെ ലൈംഗിക തൊഴിലാളികൾ എന്ന പേരിൽ യൂണിയൻ പോലും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം ഗല്ലികളിൽ താമസിക്കുന്ന, മാംസം വിറ്റ് ജീവിക്കുന്ന, ഇറച്ചി വിൽപ്പനക്കാരികളായ അത്തരം വേശ്യകളല്ല വിളിക്കുന്നത്. പിന്നെ ആരാ? ഹദീസ് നോക്കൂ, ദാത്തു മൻസിബിൻ, ഏതെങ്കിലും തെണ്ടിപ്പെണ്ണല്ല, അങ്ങാടിപ്പെണ്ണല്ല, മറിച്ച് ദാത്തു മൻസിബ്, നല്ല സ്ഥാനമുള്ള, പദവിയുള്ള, ശ്രേഷ്ഠതയുള്ള. മൻസിബ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗം, പോസ്റ്റ്, സ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നല്ല ജോലിയും തറവാടിത്തവും തന്റേടവുമുള്ള, പിന്നെയോ കാണാൻ കോലമില്ലാത്തവളല്ല. വജമാലിൻ, ഇതാണല്ലോ മനുഷ്യന്മാർക്ക് വേണ്ടത്, പുരുഷന്മാർക്ക് വേണ്ടത്. നല്ല തറവാടിയായ പെണ്ണ്, തറവാടിത്തമുള്ള, ജോലിയുള്ള, സ്ഥാനവും പദവിയൊക്കെ ഉള്ള
അതോടൊപ്പം സൗന്ദര്യവുമുള്ള ഒരു പെണ്ണാണ്. ഏതെങ്കിലും ഒരു ചവലയല്ല, മറിച്ച് ഇങ്ങനെയുള്ള ഒരു പെണ്ണ് വിളിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ, ഇവിടെ ആരാരെയാ പ്രേമിക്കുന്നത്? പെണ്ണ് പുരുഷനെ പ്രേമിക്കുന്നു, പെണ്ണ് പുരുഷനോട് വ്യഭിചാരത്തിന് വരാൻ വേണ്ടി വിളിക്കുന്നു. അപ്പൊ ഇവിടെ പെണ്ണ് ആണിനെ പ്രേമിക്കുകയാണ്. അപ്പൊ ദർശന സുഖമാണോ അല്ല സ്പർശന സുഖമാണോ? ഈ തത്വജ്ഞാനികൾ അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകൾ, ഇസ്ലാമിക ചിന്തകർ എന്ന് പറയുന്നവർ ശരിയാണോ അല്ല എന്ന് പരിശോധിക്കുക. പ്രേമത്തിന് വിധേയരാകുന്ന അത്തരം സാഹചര്യങ്ങളിൽ കുടുങ്ങിയ ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കുമുള്ള മറുപടി എന്താ, മാതൃക എന്താ? താല. ഈ പുരുഷന് അരശിന്റെ തണല് കിട്ടാൻ എന്താ കാര്യം? ഇന്നി അഹാഫുല്ലാഹ്. ഈ പെണ്ണ് വിളിച്ചപ്പോ പോയില്ല, ഒരു മുടക്കുമില്ലവന്, പോയി കൊടുത്താൽ മതി, ആരും അറിയൂല. പക്ഷേ അവൻ പറയുന്നു, ആരും കാണുന്നില്ലെങ്കിലും, നീ എന്നെ ക്ഷണിച്ചതാണെങ്കിലും, എനിക്ക് പ്രത്യേകിച്ച് മുടക്കുന്നില്ലെങ്കിലും, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രേമത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോന്നവൻ അവന് നാളെ അർശിന്റെ തണല് പരലോകത്ത് തലക്ക് മീതെ ഒരു ചാണ ഉയരത്തിൽ സൂര്യൻ നിൽക്കുന്ന, വെയിലേൽക്കുന്ന, വിയർപ്പിൽ മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന സ്ഥലത്ത് തണല് കൊടുക്കുന്ന 7 കൂട്ടരിൽ ഒന്ന് ഈ മനുഷ്യനാണ്. അപ്പൊ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒന്ന്, പെണ്ണ് അങ്ങോട്ട് പ്രേമിക്കാം. പ്രേമിക്കുന്ന ആളുകൾ ആണായാലും പെണ്ണായാലും യൂസുഫിന്റെ മാതൃക അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മൂന്നാമതൊരു സംഭവം ഹദീസിൽ കാണാം, പെണ്ണ് ആണിനെ പ്രേമിക്കുന്നത്. ചെറുപ്പത്തിൽ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഈസാ നബിയെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ ഒരു സംഭവം ഹദീസിൽ ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലുണ്ട്. ആ ഹദീസിൽ പറയുന്ന കാര്യം എന്താ? ബനു ഇസ്രായേലിൽപ്പെട്ട ജുറൈജ് എന്ന് പറയുന്ന ഒരു സന്യാസി, ജുറൈജ്, ഈ സന്യാസി ഒരു മഠത്തിൽ, സന്യാസി എന്നാൽ തന്നെ മഠത്തിൽ പോയി, മഠം എന്ന പള്ളി പോലെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അക്കാലഘട്ടത്തിൽ ജൂത ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പറയുന്ന മഠം, ആ മഠത്തിൽ പോയി സൗമാച്ച് ആ മഠത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉമ്മ ഈ മകനെ തേടി മഠത്തിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് മോനെ എന്ന് വിളിച്ചു. അപ്പോൾ ഈ മോന്റെ മറുപടി, ഞാനും എന്റെ നമസ്കാരവും എന്റെ റബ്ബും, ഞാൻ നമസ്കരിക്കട്ടെ എന്നിട്ട് മറുപടി തരാം എന്നാണ്. ഉമ്മന്റെ വിളി കേട്ട് ആ സന്യാസിയായ മനുഷ്യൻ പോയില്ല, മറിച്ച് നമസ്കാരത്തിൽ മുഴുകി, അള്ളാഹുവായിട്ടുള്ള ഇബാദത്തിലാണല്ലോ, ആ ഇബാദത്താണ് വലുത് എന്ന് മനസ്സിലാക്കി ഉമ്മന്റെ വിളിക്ക് മറുപടി കൊടുത്തില്ല. ചില റിപ്പോർട്ടുകളിൽ 2ഉം ചില റിപ്പോർട്ടുകളിൽ 3ഉം തവണ ഈ ഉമ്മ വന്നു. അപ്പൊ എന്റെ വിളിക്ക് ഉത്തരം നൽകാത്ത ഈ മഠത്തിൽ കഴിയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഉമ്മ എതിരിൽ പ്രാർത്ഥിച്ചു. എന്താ ഉമ്മന്റെ പ്രാർത്ഥന? എന്റെ മകന്റെ ഈ മുഖത്ത് മൂമിസാത്തുകൾ എന്നാൽ തെമ്മാടി പെണ്ണുങ്ങൾ നോക്കാതെ അവൻ മരിക്കില്ല, അവനെ പരീക്ഷിക്കാതിരിക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവന് വേശ്യപ്പെണ്ണുങ്ങളുടെ പരീക്ഷണത്തിന് വിധേയമാകും. അങ്ങനെ മകനെതിരിൽ ഈ ഉമ്മ പ്രാർത്ഥിച്ചുപോയി. അങ്ങനെ ഈ ചില റിപ്പോർട്ടിൽ ഈ മഠത്തിൽ വരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, അതല്ലാതെ വേറെ ഒരു പെണ്ണുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഒരു സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞു, ഇവനെ ഞാൻ ശരിയാക്കാം. ആരെ? ഈ സന്യാസിയായ ഈ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് മഠത്തിൽ ചെല്ലുന്നു. എന്നിട്ട് ഈ സന്യാസിയായ ജുറൈജ് എന്ന് പറയുന്ന സന്യാസിയോട് പറയാണ്, നീ എന്റെ അടുക്കൽ വരണം എന്ന് പറഞ്ഞാൽ എന്നോട് ഇഷ്ടമാണ്, നീ എന്റെ കൂടെ വരണം, വ്യഭിചരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് അവളുടെ ശരീരം അവന് വെളിപ്പെടുത്തുന്നു, സമർപ്പിക്കുന്നു എന്നാണ്. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തയ്യാറല്ല, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, ഇത് നിഷിദ്ധമാണ് എന്ന നിലക്ക് സംസാരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ പെണ്ണിന് വേറെ വഴിയുമില്ല. അങ്ങനെ ആ പെണ്ണെന്ത് ചെയ്തു? ഒരു ആട്ടിടയന്റെ പിന്നാലെ ചെന്നു, അവനുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ പെണ്ണ് ഗർഭിണിയായി പ്രസവിച്ചപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ഈ വേശ്യയായ പെണ്ണ് പറയാൻ, ഈ കുട്ടി മഠത്തിൽ സന്യാസിയായ ജുറൈജിന്റെ കുട്ടിയാൽ, ഇയാൾ കുടുങ്ങി. അങ്ങനെ ജുറൈജ് നിരപരാധിത്വം തെളിയിക്കണം. എന്താ തെളിവ്? ഒരു തെളിവില്ല. കുറ്റം ചെയ്തോ തെളിവില്ല. തെളിയിക്കാൻ എങ്ങനെ കഴിയും? ഇവന്റെ കുട്ടിയാണെന്നാൽ ലക്ഷല്ല. അങ്ങനെ ആ ജുറൈജ് ഈ കുട്ടിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു, നിന്റെ വാപ്പയാരാണ്? അപ്പൊ ഈ തൊട്ടിലിൽ കിടക്കുന്ന സംസാരിക്കാത്ത കുട്ടി സംസാരിച്ചു. ആ കുട്ടി പറഞ്ഞു, എന്റെ ബാപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് ജന്മം നൽകിയ എന്നെ പ്രസവിച്ച ഉമ്മയുമായി വിചാരത്തിൽപ്പെട്ടത് ആ ഇടയനാണ്. അതോടുകൂടി ഈ ജുറൈജ് നിരപരാധിത്വം തെളിയിച്ചു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെ ഈ സന്യാസിയായ മനുഷ്യനെ അങ്ങോട്ട് പ്രേരിപ്പിച്ച് വ്യഭിചാരത്തിന് ചെന്നതും ഇടയനോട് അങ്ങോട്ട് വ്യഭിചരിക്കാൻ ആവശ്യപ്പെട്ടതും ആരാ? പെണ്ണ. അപ്പൊ ഈ 3 സംഭവം, ഖുർആനിൽ പറഞ്ഞ സംഭവവും ഹദീസിൽ പറഞ്ഞ 2 സംഭവങ്ങളിലും പെണ്ണാണ് പ്രതി. 4 ഒരു സംഭവം പറയുന്നുണ്ട്, 4ൽ 3 സംഭവവും പെണ്ണ് അങ്ങോട്ട് പ്രേമിക്കുന്നതാണ്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും വലിയ പരീക്ഷണം ബനൂ ഇസ്രായേലിലുണ്ടായ അതികഠിനമായ പരീക്ഷണം സ്ത്രീകളുടെ കാര്യത്തിലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീ നൽകിയത് കാണാൻ സാധിക്കും. ഇന്ന് ആണുങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നതും ഈ തരത്തിലുള്ള പെണ്ണുങ്ങളിൽ നിന്നുണ്ടാകുന്ന പരീക്ഷണമാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, 4മത്തെ ഒരു കാര്യം തിരിച്ചും, പുരുഷൻ പെണ്ണിനെ അങ്ങോട്ടും സ്നേഹിക്കാം, പ്രേമമുണ്ടാകാം. ഇതും ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മറ്റ് ഹദീസ് പണ്ഡിതന്മാരും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഒരു ഹദീസാണ്, ഒരു സംഭവമാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ബനൂ ഇസ്രായേലിൽപ്പെട്ട
അല്ലെങ്കിൽ മുൻ സമുദായങ്ങളിൽപ്പെട്ട 3 ആളുകൾ ഒരു സ്ഥലത്തുകൂടി ഒരു ഭൂമിയിലൂടെ നാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. അതിശക്തമായ മഴ പെയ്തു, മഴയും കാറ്റുമുണ്ടായി. അങ്ങനെ മഴ പെയ്തപ്പോൾ അവർ ഈ മലയിലുള്ള ഒരു പൊത്തിൽ കയറി ഒളിച്ചു, മഴ കൊള്ളാതിരിക്കാൻ. അപ്പൊ മേൽഭാഗത്ത് നിന്ന് ഒരു വലിയ പാറക്കഷ്ണം ഉരുണ്ടുവന്ന് ഇവർ അഭയം തേടിയ ഗുഹ അടഞ്ഞുപോയി. പാറ വന്ന് വീണത് ഈ ഗുഹയുടെ മുഖത്താൻ. ഇവർക്ക് 3 ആള് കൂടി തള്ളിയാൽ ഈ പാറ പുറത്തേക്ക് തള്ളി നീക്കാൻ കഴിയില്ല. ഇതൊരു നീണ്ട ഹരീതാണ്. അപ്പൊ ഉള്ളിൽ കുടുങ്ങി. ഗുഹ വലുതായത് കൊണ്ട് ഇവർക്ക് ശ്വാസം കിട്ടും, പക്ഷെ അവിടെ നിൽക്കാൻ പറ്റും, ഭക്ഷണം കിട്ടുമോ, വെള്ളം കിട്ടുമോ, അധികകാലം നിൽക്കാൻ കഴിയില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇവരവിടെ കുടുങ്ങി എന്നുള്ളത് ആരും അറിയില്ല. ഇവർക്ക് തള്ളി മാറ്റാനും കഴിയില്ല. അപ്പൊ അവർ തീരുമാനിച്ചു, നമുക്ക് നമ്മൾ ചെയ്ത ഏറ്റവും നല്ല അമലുകൾ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ എന്നെ അമല് ചെയ്തിട്ടുണ്ട്, ഈ അമല് ശരിയാണെങ്കിൽ അള്ളാഹുവെ എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണെന്നും അള്ളാഹു സ്വീകരിക്കുമെന്നും അവർക്ക് തോന്നിയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അതിൽ രണ്ടാമത്തെ ആൾ, 1, 3 ഞാൻ പറയുന്നില്ല, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് രണ്ടാമത്തെ ആളുടെ സംഭവമാണ്. അദ്ദേഹം എന്താണ് അള്ളാഹുവിനോട് പറഞ്ഞത്? അള്ളാഹുവെ, എന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അതെന്താണ്? എനിക്ക് എന്റെ എളാപ്പ മൂത്താപ്പമാരുടെ, അമ്മ എന്ന് പറഞ്ഞാൽ എളാപ്പക്കും മൂത്താപ്പക്കും പറയാം, എളാപ്പ മൂത്താപ്പമാരുടെ മക്കളിൽപ്പെട്ട പെൺകുട്ടികളിൽപ്പെട്ട ഒരു പെണ്ണുണ്ടായിരുന്നു. എളാപ്പന്റെയോ മൂത്താപ്പന്റെയോ ഒരു മകള്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആങ്ങളെ പെങ്ങളെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രേമം നടക്കുന്നത് എവിടെയാണ്? അന്യ കുടുംബങ്ങളിലല്ല. എളാപ്പന്റെ മൂത്താപ്പന്റെ മക്കളെ പ്രേമിക്കുന്നു, അമ്മാവന്റെയും അമ്മായിയുടെയും മക്കൾ തമ്മിൽ പ്രേമിക്കുന്നു, ജ്യേഷ്ഠത്തിയുടെയും അനിയത്തിയുടെയും മക്കൾ തമ്മിൽ പ്രേമിക്കുന്നു. എന്താ കാര്യം? കസിൻ എന്നൊരു വേർഡുണ്ട്. ഇതാണ് ഇവർക്ക് രക്ഷ. ഏത് കോന്തര കിട്ടിയാലും ധാരാന്ന് വെച്ചാൽ അത് കസിനാണ്. നിങ്ങൾ ഏതെങ്കിലും 2 ആണിനെയും പെണ്ണെ ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആരാ, എന്താ ബന്ധം? അത് കസിനാണ്. ഇത് എല്ലാരും പറയുന്ന മറുപടിയാണ്. അപ്പോ ആരെ കിട്ടിയാലും കസിൻ എന്ന് രക്ഷപ്പെടാം. അപ്പോ എളാപ്പയുടെ മകൻ, മൂത്താപ്പയുടെ മകൾ, അമ്മാവന്റെ പെങ്ങൾ, അമ്മായിയുടെയും 2 മക്കൾ ആണും പെണ്ണും, ഏട്ടത്തിയുടെയും അനിയത്തിയുടെയും 2 മക്കൾ ആണും പെണ്ണും. ഇതൊക്കെ നമുക്ക് ആങ്ങളെയും പങ്കളിയാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ ഇവർ അന്യ സ്ത്രീ പുരുഷന്മാരാണ്. ഏട്ടന്റെ മകന് അനുജന്റെ മകളെ കെട്ടാം, ഏട്ടത്തിയുടെ മകനെ അനിയത്തിയുടെ മകളെ കൊണ്ട് കെട്ടിക്കാം, അമ്മാവന്റെ മകനെ അമ്മായിയുടെ മകളെ കൊണ്ട് കെട്ടിക്കാം. കാരണം എന്താ? നമ്മൾ പങ്കന്മാരാന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരാണ്. വിവാഹം നിഷിദ്ധമായ മെഹറമാണ്. പക്ഷേ നമ്മൾ ഏട്ടന്റെ മോനല്ലേ, ഏട്ടത്തിന്റെ മോളല്ലേ, ആങ്ങളുടെ മോളല്ലേ, അമ്മായിന്റെ മോളല്ലേ, അമ്മോന്റെ മോളല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒരുമിച്ച് ടൂറിന് പറഞ്ഞയക്കുന്നു. അതുപോലെ തന്നെ ഒരുമിച്ച് താമസിപ്പിക്കുന്നു. നമ്മൾ വീട് വിട്ടു പോകുമ്പോ തുണയായി വീട്ടിൽ നിർത്തുന്നു. വീട്ടിൽ നിന്ന് കോളേജിൽ കൊണ്ടുപോയാക്കാനും കൊണ്ടുപോയി വരുവാനും, ഇനി കല്യാണം കഴിച്ചവനാണെങ്കിൽ അങ്ങോട്ട് പുതിയാപ്പളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഇവരെയൊക്കെ നമ്മൾ കൂട്ടിഘടിപ്പിക്കുന്നു. ഇത് അവർ തമ്മിലെ പ്രേമത്തിലേക്ക് പോകുന്നു. അപ്പൊ എളാപ്പ മുത്താപ്പാരുടെയും അമ്മാവന്റെയും അമ്മായിയുടെയും ജ്യേഷ്ഠത്തിയുടെയും അനിയത്തിയും മക്കൾ തമ്മിൽ പ്രേമിക്കുക എന്നുള്ളത് ഇപ്പം തുടങ്ങിയല്ല, പണ്ടേ തുടങ്ങിയതാണ്. അപ്പൊ ഇസ്ലാമിന്റെ നിയമം ഇവിടെ പാലിക്കുന്നില്ല. ആരാണ് മഹ്റം, ആരാണ് വിവാഹം കഴിക്കാവുന്നവർ, ആരാണ് വിവാഹം കഴിക്കാൻ പാടില്ലാത്തവർ, ആരാണ് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നവർ, ആരാണ് ഒരുമിച്ചിരിക്കാൻ പറ്റാത്തവർ എന്ന് ഇസ്ലാം പഠിപ്പിക്കാത്തത് കൊണ്ടല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 1-ലധികം ആയത്തുകളിൽ, തുടർച്ചയായ ആയത്തുകളിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, സൂറത്തുൻ നിസായിലെ 24-25 ആയത്തുകൾ. ആരൊക്കെ ഒരുമിച്ച് പറഞ്ഞേക്കാം, ഒറ്റക്കാക്കി പോകാം, തുണയാക്കാം എന്നുള്ളത്. അപ്പോ ഇതൊക്കെ ആങ്ങളെ പെങ്ങളെയാണ് എന്ന നിലയ്ക്ക് അവർ പ്രേമത്തിലേക്ക് പോകുന്നു. കുടുംബത്തിൽ നടക്കുന്ന പ്രേമങ്ങൾ. കുറ്റക്കാരാര്? ഇവരെ സ്വതന്ത്രരാക്കി വിട്ട, ആങ്ങളെയും പെങ്ങളെയുമാക്കി സ്വാതന്ത്ര്യം നൽകിയ രക്ഷിതാക്കളാണ് അതിന് കുറ്റക്കാർ എന്നതുകൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹം പറയാൻ, എന്റെ എളാപ്പ മുത്താപ്പമാരിൽപ്പെട്ട ആളുടെ പെൺമക്കളിൽപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ പ്രേമിച്ചിരുന്നു. കണ്ടോ, ഇവിടെ പെണ്ണാണിനെയല്ല, ആണ് പെണ്ണിനെ പ്രേമിക്കുകയാണ്. ഒരു പുരുഷന് പെണ്ണുങ്ങളോട് എത്ര ശക്തമായ പ്രേമമുണ്ടാകുമോ അത്ര കണ്ട് എനിക്ക് പ്രേമമുണ്ടായിരുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, ഈ പ്രേമമുണ്ടായി. പ്രേമം എന്നുള്ള അമൽ സാലിഹാണോ? അല്ല, തോന്നിവാസമാണ്. പക്ഷെ അത് അമൽ സാലിഹായി മാറിയതെപ്പോഴാ? അല്ലെങ്കിൽ അയാൾ ചെയ്ത രക്ഷാപ്രവർത്തനം എന്താണ്? ലാ തനാലു ദാലിക മിൻഹാ ഹത്താ തുഅ്തിയഹാ മിഅത ദീനാർ. ഞാൻ പ്രേമിച്ചു, പക്ഷെ ആ പ്രേമത്തിന് അവളുടെ ശരീരം അവൾ എനിക്ക് തരണമെങ്കിൽ ഞാൻ അവൾക്ക് 100 ദീനാർ കൊടുക്കേണ്ടിയിരുന്നു. 100 ദീനാർ കൊടുക്കാതെ അവൾ എനിക്ക് കീഴ്പ്പെടില്ല. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു. 100 ദീനാർ കൊടുക്കാനില്ല. ഞാൻ നട്ടോട്ടം ഓടി. ഫസഅയ്തു ഫീഹ, 100 ദീനാർ ശേഖരിക്കാൻ വേണ്ടി ഞാൻ ഓടി. ഹത്താ ജമഅതുഹ, അങ്ങനെ അതൊക്കെ ഞാൻ അവൾക്ക് സ്വരൂപിച്ചു കൊടുത്തു. ഇത് അങ്ങനെയല്ലോ. കാമുകൻ എന്തു പറഞ്ഞാലും കാമുകി കീഴ്പ്പെടും. കാമുകി എന്താവശ്യപ്പെട്ടാലും ജ്യൂസ് വേണം, ബർഗർ വേണം, സാൻഡ്വിച്ച് വേണം, അവിടെ പോകണം, ഇവിടെ പോകണം, എനിക്കത് വാങ്ങിത്തരണം, ഇത് വാങ്ങിത്തരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വാങ്ങിക്കൊടുക്കും. കാരണം എന്താ? പ്രേമം എന്ന് പറഞ്ഞാൽ അതാണ്, അടിമയായി മാറുകയാണ്. പ്രേമിക്കുന്നവർ ഒരാൾ മറ്റൊരാളുടെ അടിമയാണ്. കയറിൽ കെട്ടിയ കന്നുകാലിയെ കൊണ്ടുപോകുന്നത് പോലെ കാമുകന് കാമുകിയെയും കാമുകിക്ക് കാമുകനെയും കൊണ്ടുപോകാം. കാരണം എന്താ? ആ വികാരമാണ് അവരെ നയിക്കുന്നത്. ഇവിടെ ഹറാമോ ഹലാലോ ഇല്ല, മറ്റുള്ള ആളുകൾ കാണുന്നോ എന്ന നോട്ടമില്ല.
അവിടെ CCTV ഉണ്ടോ എന്ന നോട്ടമില്ല, തൊട്ടടുത്ത ആളുകൾ ഇരിക്കുന്നുണ്ടോ എന്ന നോട്ടമില്ല. ഞാൻ ഇരിക്കുന്നത് പാർക്കിലാണെങ്കിലും ഇവിടെ കടന്നു വരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഈ ആളുകൾ എന്നെ കാണുന്നുണ്ട്. അതിനപ്പുറത്ത് അള്ളാഹുവിന്റെ കണ്ണാടിയുണ്ട്, അള്ളാഹുവിന്റെ ക്യാമറയുണ്ട്, അള്ളാഹുവിന്റെ കണ്ണുണ്ട് എന്ന ബോധം ഈ ആളുകൾക്കുണ്ടാകുന്നില്ല. ആ കാണുന്ന ആളുകളല്ല, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞതുപോലെ നൂറുകണക്കിന് ആളുകളുണ്ടെങ്കിലും 10 ആളാണെങ്കിലും അവരാരും മനുഷ്യന്മാരല്ല. ഞാനും എന്റെ കാമുകനും അല്ലെങ്കിൽ കാമുകിയും ഞാനും ഞങ്ങൾ ഇവിടെ തനിച്ചാണ്, ഞങ്ങളെ ആരും കാണുന്നില്ല. ഈ കാണുന്ന മനുഷ്യന്മാരോ അവരൊന്നും മനുഷ്യരല്ല, ഇവരൊക്കെ കഴുതകളാണ്, അതുകൊണ്ട് ഞാൻ അവരെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് തിന്മ ചെയ്യുമ്പോൾ പാപികളുടെ ചിന്ത. അതുകൊണ്ടാണ് ആളുകൾ കണ്ടു നിൽക്കെ പ്രേമത്തിന്റെ ആ ലീലാവിലാസങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് മനുഷ്യന്മാരുടെ. കാരണം കാണുന്നവരെ മനുഷ്യരായി ഇവർ കാണാത്തത് ഇവർ മനുഷ്യരല്ലാത്തത് കൊണ്ടാണ്. അപ്പോ ഈ പറഞ്ഞതിനർത്ഥം എന്താ? പെണ്ണിന്റെ ആവശ്യത്തിൽ നിറവേറ്റാൻ തന്റെ ആവശ്യം നിർവഹിക്കാൻ പെണ്ണിന്റെ ആവശ്യമായ 100 ദീനാർ ഞാൻ അധ്വാനിച്ച് ശേഖരിച്ചു. അങ്ങനെ അത് ഞാൻ അവൾക്ക് കൊടുത്തു, അവൾ എനിക്ക് വഴങ്ങി. അങ്ങനെ ഫലമ്മ കഅത്തു ബൈന റിജ്ലൈഹാ. കണ്ട നോക്കണം, ഇവിടെ പ്രേമത്തിന് ക്ഷണിക്കുകയല്ല, വ്യഭിചാരത്തിനു വേണ്ടി ഒരുങ്ങി ഞാൻ അവളുടെ കൈകാലുകൾക്കിടയിൽ ഇരുന്നു. ഹദീസ് ഉപയോഗിച്ച വാക്കാണ്. ഞാൻ അവരുടെ കൈകാലുകൾക്കിടയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാനിരുന്നു. ഇനി ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് ഇതൊന്നും മിമ്പർമ പറയാൻ പറ്റൂല, ഇത് ആളുകൾ കേട്ടാ മോശല്ലേ, മിമ്പർമൽ എങ്ങനെയാണ് ഇത് പറയാ, ഇത് പറഞ്ഞതൊന്നും ശരിയായില്ല എന്ന് തോന്നും. കഴിഞ്ഞ ഖുത്ബ പറഞ്ഞപ്പോ ചില ആളുകൾക്ക് ഇത് ശരിയായില്ല, മിമ്പർമ പറയേണ്ട വിഷയമല്ല എന്ന് തോന്നിയത്രേ. അതിനുള്ള മറുപടി ഇത്തരം ഹദീസുകൾ വായിക്കണം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വായിക്കണം. അതൊക്കെ അത് പറയേണ്ടതാണോ, പറയാവുന്ന പദമാണോ അല്ലേ എന്നുള്ളത് ഖുർആൻ ഒരൊറ്റ പ്രാവശ്യം ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചാൽ മനസ്സിലാവും. ഇതുപോലെ ഹദീസ് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ കഅത്തു ബൈന റിജ്ലൈഹാ, അവളുടെ കാലുകൾക്കിടയിൽ ഞാൻ ഇരുന്നു പറഞ്ഞാൽ ഇത് പറയേണ്ടപ്പോ ഈ ആശയം മനസ്സിലാവുമോ? അപ്പോ ഖാലത്ത്, ആ പെണ്ണ് പറയാൻ, ഇത്തഖില്ലാ. ഇവിടെ 100 ദീനാർ ചോദിച്ച് പ്രേമിപ്പിച്ചത് അല്ലെങ്കിൽ ഈ പുരുഷനെ മയക്കിയത് പെണ്ണാണ്. ആ പെണ്ണ് ഈ പുരുഷനോട് പറയാൻ, ഇത്തഖില്ലാ, നീ എന്നെ വ്യഭിചരിക്കാൻ വേണ്ടി എന്നെ അവിടെ കടത്തി, നീ ഇവിടെ ഇരിക്കുന്നു, പക്ഷേ നമ്മൾ രണ്ടുപേരും ഒറ്റക്കാണ്, മേലെ ഒരു അല്ലാഹു ഉണ്ട്, ആ അല്ലാഹുവിനെ നീ സൂക്ഷിക്കണം. വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖി. പച്ച മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ അവകാശമില്ലാതെ ന്യായമായിട്ടല്ലാതെ നീ കന്യാചർമ്മം നീ തകർക്കരുത് എന്ന് ഈ പെണ്ണ്, ഈ വ്യഭിചരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പെണ്ണ് വ്യഭിചരിക്കാൻ തയ്യാറായ പുരുഷനോട് പറയാൻ. അതാണ് ഇവിടെ അമലു സാലിഹ്, നല്ല പ്രവൃത്തി. ആരും അറിയാത്തയിടത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം കാരണത്താൽ വ്യഭിചരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോകുന്നു. മനുഷ്യന്മാർക്ക് സാധിക്കുമോ? സാധാരണ ഇരുകാലികളായ മനുഷ്യന്മാർക്ക് സാധിക്കൂല. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും തഖ്വയുമുള്ള ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ഫഖുന്തു വതറക്തുഹാ. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന ആ ഉപദേശം കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുകയും ആ പെണ്ണിനെ വിട്ട് വ്യഭിചരിക്കാതെ ആ പ്രേമം ഒഴിവാക്കി ഞാൻ പോരുകയും ചെയ്തു. അള്ളാഹുവേ, ഞാൻ ചെയ്ത ഈ പ്രവൃത്തി നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നാളെ പരലോകത്ത് നിന്റെ മുഖം കാണണമല്ലോ, നിന്റെ വിചാരണക്ക് വിധേയനാകണം, പിന്നെ സ്വർഗത്തിൽ നിന്നെ കാണണം എന്ന പ്രതീക്ഷയാൽ മാത്രമാണ് ഈ 100% ഒത്തിണങ്ങിയ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് വേണ്ടി തയ്യാറായ പെണ്ണിനെ വിട്ട് ഞാൻ അള്ളാഹുവെ നിന്നെ പേടിച്ചാണ് പോകുന്നത്. ഇതൊരു നല്ല അമലായി നീ മനസ്സിലാക്കുന്നുവെങ്കിൽ ഫഖ്റുജ് അന്നാ ഫുർജ. അള്ളാഹുവെ, ഞങ്ങൾക്കിനി ഒരു തുറവി നൽകണമേ. എന്താ തുറവി? ഒരു പാറക്കഷ്ണം, അതിന്റെ ഒരു ഭാഗം ആദ്യത്തെ ആളുടെ പ്രാർത്ഥന കൊണ്ട് അകന്നു പോയിട്ടുണ്ട്. വെറുതെ പാറ പൊട്ടുവോ? ഹാമർ വെച്ചടിക്കാതെ അല്ലെങ്കിൽ സ്ഫോടക വസ്തു വെക്കാതെ പാറ പൊട്ടൂല. പക്ഷേ പ്രാർത്ഥനയാൽ ഈ പാറയുടെ ഒരു കഷ്ണം അള്ളാഹു അടർത്തി മാറ്റുകയാണ്. പക്ഷേ മൂന്നാക്കുടിയിൽ കൂടി നൂണ്ടു വരാൻ പറ്റില്ല, ഒരാൾക്ക് നൂളാൻ കഴിയില്ല, ചെറിയൊരു കഷ്ണമാണ് പോയത്. ഇയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഫഫറജ അൻഹും അസ്തുലുസൈൻ. പാറയുടെ 3 ഭാഗങ്ങളിൽ 2 ഭാഗം ഇയാളുടെ പ്രാർത്ഥന കൊണ്ട് അടന്നുപോയി. പിന്നെ മൂന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന കൊണ്ട് അടുത്ത ഭാഗം അടന്നുപോയി. അങ്ങനെ ആ ഗുഹയിൽ രക്ഷപ്പെട്ടു. ഇത് കഥയല്ല, നോവലല്ല, സീരിയലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർവ്വ സമുദായങ്ങളിൽ നടന്നിട്ടുള്ള ഒരു സംഭവ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വഹിയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇവിടെ പ്രേമിച്ചത് ആണ് പെണ്ണിനെയാണ്. ഈ 4 സംഭവങ്ങളിലും 3 പെണ്ണ് ആണിനെ പ്രേമിച്ചത്, 4ാമത്തേത് ആണ് പെണ്ണിനെ പ്രേമിച്ചത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ ആശയതാണ്, പ്രേമം എന്ന് പറയുന്നത് ഇങ്ങോട്ടും ഉണ്ടാകാം. ആകർഷണവും അതുപോലെ തന്നെ വശീകരണവും 2 പേരിൽ നിന്നും ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ പെണ്ണ് ആണിനോട് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ ആണുങ്ങളോട് സത്യവിശ്വാസികളെ നിങ്ങൾ പെണ്ണുങ്ങളിൽ നിന്ന് കണ്ണ് താഴ്ത്തണം എന്ന് പറഞ്ഞത് പുരുഷനോടാണ്. എന്നാ പെണ്ണെ എന്നെ നോക്കിക്കോ, എനിക്ക് കണ്ടാൽ അങ്ങനത്തെ ഒരു വികാരം ഉണ്ടാവില്ല, അതുകൊണ്ട് ആണുങ്ങൾ നോക്കിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതേ കൽപ്പന സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളും കണ്ണ് താഴ്ത്തണം. അപ്പൊ ആണ് അന്യപുരുഷ സ്ത്രീകളെ നോക്കാൻ പാടില്ല,
ആ സ്ത്രീകൾ അന്യ പുരുഷന്മാരെ നോക്കാൻ പാടില്ല. ഏത് നോട്ടം? ആ വികാരത്തിന്റെ നോട്ടം, ചൂഷണത്തിന്റെ നോട്ടം, പ്രേമത്തിന്റെ നോട്ടം, ലൈംഗികമായ നോട്ടം, അത് പാടില്ല. മറിച്ച് ഒരാവശ്യത്തിന് വേണ്ടി, കാര്യം ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യാദൃച്ഛികമായി ഉണ്ടാകുന്ന ഒരു നോട്ടമാകാം. രണ്ടാമത്തെ നോട്ടമോ ഒരു നോട്ടം തന്നെ കണ്ണെടുക്കാതെ തുറിച്ചോ നോക്കരുത് എന്നത് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു അവസ്ഥ എന്റെ മകൾക്കോ എന്റെ മകനോ, കേൾക്കുന്ന നിങ്ങളുടെ മകനോ നിങ്ങളുടെ മകൾക്കോ നിങ്ങളുടെ പെങ്ങൾക്കോ ഇനി നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് പോലും ഉണ്ടാകാം. നാടും കാലവും സാഹചര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശിക്ഷണം, ഇത്തരം മര്യാദകൾ, ഇത്തരം മാതൃകകൾ, ഈ തരത്തിലുള്ള അപകടങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആളുകൾക്ക് കുടുംബത്തിൽ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ വരും കാലങ്ങളിൽ നമ്മൾ ഓമനിച്ച് വളർത്തിയ മക്കൾ നമ്മെ വിട്ടുപോകും എന്നത് യാഥാർത്ഥ്യമാണ്. എത്ര കുടുംബങ്ങൾ, അതും തൗഹീദും സുന്നത്തുമുള്ള കുടുംബങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള താൻ പോറ്റി വളർത്തിയ ആകെയുള്ള ഒരു മകനോ ഒരു മകളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് എത്രയായിരുന്നാലും ശരി, പോറ്റി വളർത്തിയ കഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ഇഷ്ടവും സ്നേഹവും ഒഴിവാക്കി ഒരു നിമിഷത്തിൽ ഏതോ ഒരു ചങ്ങായിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പെണ്ണിൽ നിന്നുണ്ടായ ഒരു വൈകാരികമായ ഒരു നോട്ടത്തിന് കീഴ്പ്പെട്ട് അവന്റെ പിന്നാലെ പോറ്റി വളർത്തിയ ബാപ്പയെയും ഉമ്മയെയും വിട്ടെറിഞ്ഞ് അവരെ കരയിപ്പിച്ച് വിഷമിപ്പിച്ച് ഹൃദയം പൊട്ടുമാറ് അവരെ വിഷമത്തിലാഴ്ത്തി ഞങ്ങൾ കരളിന്റെ കഷ്ണങ്ങളായി പോറ്റി വളർത്തിയ എന്റെ മകളാണല്ലോ ഈ പോകുന്നത്, എന്റെ മകനാണല്ലോ ഈ പോകുന്നത്, ഞാൻ പറയുന്ന കല്യാണം കഴിക്കാൻ മകൻ തയ്യാറാകുന്നില്ല, അവൻ ഇഷ്ടമുള്ളത് കെട്ടിക്കൊട്ടെ, പക്ഷേ പ്രേമവിവാഹം വേണ്ട, വ്യഭിചാരത്തിന്റെ വിവാഹം വേണ്ട എന്ന് പറയാൻ കേൾക്കാൻ തയ്യാറല്ലാത്ത മകനെക്കുറിച്ച് ബാപ്പയെയും ഉമ്മയെയും കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുന്ന ചോദ്യത്തിന് എന്നെ പോറ്റി വളർത്തിയ ബാപ്പയേക്കാൾ ഞാൻ ഈ ഏതോ അറിയാത്ത ഒരുത്തന്റെ കൂടെ പോകാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇസ്ലാമിക ബോധമാണ്, എന്ത് ഇസ്ലാമിക മര്യാദയാണ്, എന്ത് സംസ്കാരമാണിത്? അപ്പൊ ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിന്റെ ഗൗരവം പ്രാധാന്യവും നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധമുള്ളവരാകാൻ പാപ്പമാർക്കും ഉമ്മമാർക്കും സഹോദരന്മാർക്കും ആങ്ങളമാർക്കും സാധിക്കണം. ആ ബോധം ഉൾക്കൊള്ളാൻ അത് ആര് കേൾക്കുന്നുവോ ആരോട് പറയുന്നുവോ അവരും തയ്യാറാകണം. എങ്കിൽ നല്ല ഒരു സമൂഹം, നല്ലൊരു കുടുംബം, നല്ലൊരു മഹല്ല് വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ വല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഇത്തരം തോന്നിവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം കഴിഞ്ഞ ഖുത്ബയിൽ, അത് അനാവശ്യമായ വൈകാരികമായ നോട്ടത്തെ സംബന്ധിച്ചാണ്. ഇതേപോലെ ഹദീസിൽ പറഞ്ഞ ഒരു കാര്യം ഖൽവത്താണ്. രണ്ട് പ്രായപൂർത്തിയെത്തിയ അന്യ ആണും പെണ്ണും, രണ്ടാളെ തിരക്കില്ല, കൂടിയ ആളുകൾ തിരക്കില്ല, തനിച്ചാവുക, ഒറ്റയ്ക്കിരിക്കുക, അതായത് ആളൊന്നുമില്ലാത്തടത്ത് തനിച്ചായി ഇരിക്കുക. അത് റൂമിലായാലും വീട്ടിലായാലും ഏതെങ്കിലും പാർക്കിലായാലും ഏത് സ്ഥലത്തായാലും ശരി, തനിച്ചാവുക എന്ന് പറയുന്നത് വ്യഭിചാരത്തിലേക്കും പ്രേമത്തിലേക്കും കൊണ്ടുപോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാം, അലാ ലാ യഖ്ലുവന്ന റജുലും ബിംറഅ ഇല്ലാ കാന സാലിസഹുമാ അശ്ശൈത്വാൻ. ഒരാണും ഒരു പെണ്ണും, അതായത് അന്യ സ്ത്രീ പുരുഷന്മാർ തനിച്ചാകരുത്, ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. അങ്ങനെ രണ്ട് സ്ത്രീ പുരുഷന്മാർ തനിച്ചിരുന്നാൽ അവിടെ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, നാവുകൊണ്ട്, കൈകൊണ്ട് ഒക്കെയുള്ള വ്യഭിചാരത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അത് കൊണ്ടുപോകാം. കാരണം അവിടെ മൂന്നാമത്തെ ആളായി ഒരാളുണ്ട്. അതാരാ? ശൈത്താൻ. ഇല്ലാ കാന സാലിസഹുമ ശൈത്താൻ. രണ്ടാണും പെണ്ണും തനിച്ചായാൽ മൂന്നാമത്തെ ആളായിട്ട് അവിടെ ശൈത്താൻ വരും. ഈ ശൈത്താൻ വരുന്നതിനർത്ഥം ശൈത്താൻ നിങ്ങളെ വ്യഭിചാരത്തിലേക്ക്, പ്രേമത്തിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇത്തരം ഒഴിഞ്ഞിരിക്കൽ, കുറെ ആണും കുറെ പെണ്ണും ഒരു സ്ഥലത്തുണ്ട്, കുറെ ആണുങ്ങളുണ്ട് കുറെ പെണ്ണുണ്ട്, അതിൽ തന്നെ നിഷിദ്ധമാകുന്നതുണ്ട്. അപ്പൊ അത് ഒരു പൊതു സ്ഥലത്താണ്, എല്ലാവരും കാണുന്നു, അവിടെ അത്ര പ്രേമമോ കാര്യമോ ഉണ്ടാകുന്നില്ല വിചാരിക്കാം. എന്നാൽ ആണും പെണ്ണും കൂടിക്കലരുണ്ടാവും, അതൊക്കെ വേറെ വിഷയമാണ്. ഇതിലൊക്കെ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും തനിച്ചാവുക. പിന്നെ രണ്ടാളെന്നെ ആയിക്കൊള്ളുന്നില്ല, രണ്ടാണും ഒരു പെണ്ണും ആകാം, അല്ലെങ്കിൽ രണ്ട് പെണ്ണും ഒരാണാകാം, അല്ലെങ്കിൽ നാലാള് നാല് പെണ്ണും ആകാം. അവർക്ക് ഒരു റൂമിൽ, ഒരു വാടകയ്ക്കെടുത്ത ലോഡ്ജിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തോ ആണെങ്കിൽ അവിടെ ശൈത്താൻ വരും. ഇതൊക്കെ ഈ ആൾക്കാരായിരിക്കും. പ്രത്യേകിച്ച് രണ്ടാളാകുമ്പോൾ അവിടെ മൂന്നാമത്തവനെ കൂടുതൽ അത് കുറ്റകരമാണ് എന്നർത്ഥം. ഇത് ഇന്ന് പാഠശാലകളിൽ, കോളേജുകളിൽ, സ്ഥാപനങ്ങളിൽ, പിന്നെ ഈ ജ്യൂസ് കടകളിൽ, ഹോട്ടലുകളിൽ, അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇതിനായി ആളുകൾ എത്തുന്നു. എന്തിനാണ്? ഒരുമിച്ചിരുന്ന് കാമുകർ ജ്യൂസ് കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ. ഇത് വ്യാപകമാണ്, എവിടെ നോക്കിയാലും കാണാം. ഏത് ഹോട്ടലിൽ കയറിയാൽ പോലും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. കാരണം ഈ ജാതി ആളുകളുടെ തെറ്റായ പ്രവർത്തനങ്ങളാണ്. വഴികളിൽ, ഒഴിഞ്ഞ ഇടങ്ങളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, രണ്ടാള് കാണാത്ത രണ്ട് ബിൽഡിങ്ങുകൾക്കിടയിലുള്ള സ്ഥലത്ത്, മരച്ചുവട്ടിൽ, ഇങ്ങനൊക്കെ എല്ലാ സ്ഥലത്തും ഈ ജാതി പ്രവർത്തനങ്ങൾ നടക്കും. ഇതൊക്കെ എന്താണ്? അവിടെ ശൈത്താൻ വരുന്നു.
അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒന്നും ഉണ്ടാവില്ല, എന്റെ മനസ്സ് ശക്തമാണ്, ഞാൻ അത്തരം തിന്മയിലേക്ക് പോകൂല എന്നൊന്നും വിചാരിച്ചാലും പടിപടിയായി അവനെ തിന്മയിലേക്ക് കൊണ്ടുപോകും ശൈത്താൻ. അതിന്റെ പണിയിലാണ്. അപ്പോ അത്ര വലിയൊരു ആത്മവിശ്വാസം നമുക്ക് നമ്മളെ കുറിച്ച് വേണ്ടതില്ല. നമ്മളൊക്കെ പല വീടുകളിലും അന്യന്റെ മക്കൾ പ്രേമിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. പക്ഷെ നമ്മുടെ മക്കൾ ആണായാലും പെണ്ണായാലും പ്രേമത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ നമുക്കൊരു നോട്ടവുമില്ല, നമുക്കൊരു സംശയവുമില്ല. ഇനി ആരെങ്കിലും ഒരാൾ നമ്മളോട് പറഞ്ഞു വിചാരിക്കുക, നോക്കണേ എന്റെ മോളെ നോക്കണേ, എന്റെ മോനെ നോക്കണേ, നല്ലൊരു സുഖകരമായ നടത്തലല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മകളെയോ മകനെയോ ഉപദേശിക്കുന്നതിന് പകരം പറഞ്ഞവനോട് ചാടാനാ പോവുക. എന്റെ മോനോ എന്റെ മോളോ അങ്ങനെ ഉണ്ടാവുമോ, അത് മറ്റവന്റെതാ ഇവന്റെതാ. മറ്റുള്ളവരുടെ നമ്മൾ കാണുന്നു, വിലയിരുത്തുന്നു, ചർച്ച ചെയ്യുന്നു. നമ്മുടെ മക്കളെ നമ്മൾ നല്ല നടപ്പിൽ എന്ന് വിചാരിക്കുന്നു. ആകട്ടെ, നല്ല വിചാരം ഉണ്ടാകണം, ശരിയാണ്. പക്ഷേ ഇവരും കുറ്റത്തിലേക്ക് പോകുന്നുണ്ടോ എന്നത് എപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നു, എപ്പോൾ വീട്ടിലേക്ക് വരുന്നു, ബാഗിൽ എന്തൊക്കെയുണ്ട്, എപ്പോഴാണ് ക്ലാസ് ഉള്ളത്, എപ്പോഴാണ് സ്പെഷ്യൽ ക്ലാസ് ഉള്ളത്, എപ്പോഴാണ് പരീക്ഷ നടക്കുന്നത്, എപ്പോഴാണ് കോളേജിന്റെ ടൈം, വിട്ടാൽ എത്ര സമയം കൊണ്ട് വീട്ടിലെത്താം, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. പുറപ്പെടുന്ന സമയവും എത്തുന്ന സമയവും പരിശോധിച്ച് കുട്ടികളോട് തന്നെ ചോദിച്ച് അത് ഉറപ്പാക്കാൻ രക്ഷിതാക്കൾക്ക് തന്റെ ഇടം വേണം. എന്നാൽ ഇന്ന് അങ്ങനെ തന്റെ ഇടം എന്ന് പറയുന്ന ഒരു സാധനം രക്ഷിതാക്കൾക്ക് ഇല്ലാതെ പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ കാണാം, വീടിന്റെ ഉമ്മറത്ത് ഒരു വടി തൂക്കണം. ഹദീസാണ്, ശൈഖ് അൽബാനി അദ്ദേഹത്തിന് അസ്സഹീഹയിൽ ഉദ്ധരിച്ച് കാണാം. വീടിന്റെ ഉമ്മറത്ത് ഒരു വടി തൂക്കിയിടണം. ഇന്ന് വടിയെടുത്താൽ കുട്ടികളെന്നെ ഫോൺ ചെയ്യും, ബാപ്പ എന്നെ അടിച്ചു. കോടതി നിയമമാണ്, ബാലാവകാശ നിയമം. അധ്യാപകൻ അടിച്ചാൽ കുട്ടിക്ക് വിളിക്കാം, അധ്യാപകൻ അടിച്ചു, നോക്കാൻ പോലും പാടില്ല എന്ന സ്കൂൾ നിയമം. അധ്യാപകൻ കുട്ടിയെ തുറിച്ചു നോക്കരുത്. കുട്ടിക്ക് അപ്പം വിളിക്കാം, ഫോൺ വാങ്ങിയിട്ട് ചുമരുമ്പിൽ പിന്നെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവും, ബാലാവകാശ കമ്മീഷന്റെ നമ്പർ. ക്ലാസ് തന്നെ പോകണ്ടെങ്കിൽ ഫോൺ വാങ്ങിയിട്ട് കുട്ടിക്ക് വിളിക്കാം. അധ്യാപകനെ തുറിച്ചു നോക്കിയ പീഡന. ബാപ്പ മക്കളെ തുറിച്ചു നോക്കിയാൽ, ചീത്ത പറഞ്ഞാൽ പീഡനാണ്. കോടതി പോയാൽ ഓൻ രക്ഷപ്പെടും, ബാപ്പ കുടുങ്ങും. പക്ഷെ അത് നമ്മൾ നോക്കണ്ട, നമ്മൾ വിശ്വാസികളാണ്. അങ്ങനെ പ്രയാസങ്ങൾ ലവ് സഹിക്കാം, അങ്ങനെ ജയിലിൽ പോണ്ടെന്നാ പോകാം. പക്ഷേ മക്കളെ നേരെയാക്ക് വടി ഉപയോഗിക്കണം ആവശ്യമായാൽ. അതെങ്ങനെ അടിച്ച് പരിപ്പാക്കാനല്ല, മറിച്ച് ഇതൊരു വടിയാണ്, ഇത് വേണ്ടി വന്നാൽ ബാപ്പ എടുക്കും, ഇതെന്നെ നേരെയാക്കാനാണ് എന്നൊരു പേടി. ബാപ്പ അല്പം കർക്കശ്യം കാണുന്നത് കർക്കശ്യം കാണിക്കുമെന്നൊരു പേടി ബാപ്പക്കും വീട്ടുകാർക്കും, ഭാര്യയാണെങ്കിൽ ഭാര്യക്കും ഉണ്ടാകാൻ നല്ലതാണ് എന്നുകൊണ്ടാണ് വടി കാണുന്നിടത്ത് തൂക്കി വെക്കണം എന്ന് ഹദീസ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിച്ച് പരിപ്പാക്കാനല്ല. അടി എന്തിനടിക്കണം, എപ്പ അടിച്ചുകൂടാ, അടി എങ്ങനെയാകണം എന്നൊക്കെ ഹദീസ് മനസ്സിലാവും. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മനുഷ്യന്റെ മനസ്സുകൾ മുഴുവൻ പതറിപ്പോകുന്ന തിന്മയിലേക്ക് കൽപ്പിക്കുന്നത് തന്നെയാണ് മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതും സൂറത്ത് യൂസുഫിലാണ്. ആ ഇച്ഛയുടെ മനസ്സിനെ പിടിച്ചുകെട്ടാനും നിയന്ത്രിക്കാനും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തഖ്വ എന്ന് പറയുന്ന ആ പെണ്ണ് ആ പുരുഷനോട് പറഞ്ഞ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ എന്ന സൂക്ഷ്മതയാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ സൂക്ഷിക്കുക, അത് മുഖേന നരകത്തെ സൂക്ഷിക്കുക. ആ ഒരു രക്ഷാ കവചം, ഈമാനിന്റെ രക്ഷാ കവചം നമുക്കുണ്ടാകണം. അത്